തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2023 അവസാന മണിക്കൂറുകളിൽ നിന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികളുടെ ഓളങ്ങൾ കടന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെയും എത്തിയത്. ആ ഒരു ചിന്ത നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. മാറാരോഗങ്ങൾ, ധാർമ്മിക വീഴ്ചകൾ, അപകടങ്ങൾ, ശത്രുക്കൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അങ്ങനെ അനേകം പ്രതിരോധ നിരകൾ ചവിട്ടിക്കടന്നാണ് പുതുവർഷത്തിന്റെ പടിവാതിക്കൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾ സ്വയം നടന്നതല്ല, സർവശക്തൻ കൈപിടിച്ച് നടത്തിയതാണ്. നമ്മൾ ഉറച്ചു നിന്നതൊന്നുമല്ല, ഉറപ്പുള്ള അടിസ്ഥാന പാറയായ ക്രിസ്തുവിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തിയതാണ്. പല വഴികളും അടഞ്ഞപ്പോൾ പുതിയ സാധ്യതകളുടെ വഴികൾ ദൈവം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ തുറന്നു തന്നില്ലേ? വാതിലുകൾ അടയ്ക്കപ്പെട്ടപ്പോൾ മറ്റനേകം വാതിലുകൾ തുറന്നു തന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടർത്തി പരമസിയോന്റെ അവകാശത്തിലേക്ക് ക്രിസ്തു നമ്മെ കൈപിടിച്ചു നടത്തി. ഇതൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കി നമുക്ക് പറയുവാനുള്ള സാക്ഷ്യങ്ങളാണ്. പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ദുരനുഭവങ്ങളുടെ നടുക്കത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ യെശയ്യാ ശബ്ദത്തിൽ ദൈവം നമുക്ക് തരുന്ന സാന്ത്വന ദൂത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യെശയ്യാ 43 അധ്യായം 18-19 വാക്യങ്ങൾ. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അതെ, കഴിഞ്ഞതെല്ലാം മറന്നേക്കൂ എന്നാണ് കർത്താവ് പറയുന്നത്. വിജയത്തിലേക്കും വിസ്മയകരമായ അനുഭവത്തിലേക്കും കരുണയുള്ള കരുതുന്ന ദൈവം നമ്മെ കൈപിടിച്ച് ഇതുവരെ നടത്തിയതുപോലെ ഇനിയും നിത്യത വരെ നടത്തും. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ അനവധിയാണ്. സാത്താന്യ ശത്രുക്കൾ വളരെ ശക്തരും അസംഖ്യവുമാണ്. പക്ഷേ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആവശ്യ സമയത്ത് സർവശക്തൻ നീക്കുപോക്കുകൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി വഴിയൊരുക്കി നമ്മോടൊപ്പം വഴി നടത്തും. നമ്മൾ നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അധികമായ മെച്ചപ്പെട്ട വഴികൾ കനിവുള്ള കർത്താവ് പുതുവർഷത്തിലേക്ക് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞ ജീവിതത്തിലെ ഡെഡ് എൻഡിലായിരിക്കാം ഒരുപക്ഷെ നമ്മളിപ്പോൾ. അത് നേർവീതികളാക്കാനും സ്നേഹത്തിന്റെ ഉറവ വറ്റിപ്പോയ ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും ദിവ്യസ്നേഹത്തിന്റെ പുത്തൻ ഉറവുകളും സൗഹൃദങ്ങളുടെ ചാലുകളും അനുരഞ്ജനത്തിന്റെ പാതകളും തുറക്കാൻ ദൈവം വിസ്മയ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തിൽ ഇടറിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. പ്രത്യാശ തകർന്നു പോകരുത്. ദൈവത്തിൻ്റെ സമയത്ത്
ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അതിനുള്ള ഒരുക്കത്തിലും പ്രാരംഭ ചിന്തകളിലുമൊക്കെയാണ് ഇപ്പോൾ ദൈവം. ജീവന്റെ വഴിയിലേക്കും സ്വച്ഛ ജലപ്രവാഹങ്ങളിലേക്കും ദൈവം നമ്മളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും സഭയെയുമൊക്കെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടേണ്ട, ആകാംക്ഷപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വാർദ്ധക്യത്തിൽ ജനിച്ച കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങിൽ സഖരിയ എലിസബത്ത് ദമ്പതികളുടെ വീട്ടുകാരും അയൽക്കാരുമൊക്കെ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദീർഘകാലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പുതുവർഷത്തിൽ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരമുള്ള മറുപടി തന്നിരിക്കും. ശാന്തിയുടെ തീരത്ത് നിങ്ങളെ എത്തിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അയൽക്കാരും സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. പ്രതിസന്ധികളും നിരാശയും മൂലം തളർന്ന മനസ്സുമായി പുതുവർഷത്തിലേക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്നവർക്ക് കർത്താവിന് നൽകാൻ ഒരു ആശ്വാസവചനമുണ്ട്. അബ്രഹാമിനോട് ദൈവം ചോദിച്ച ചോദ്യമാണ് ആ ആശ്വാസവചനം. വ്യക്തിപരമായി എന്നോടും നിങ്ങളോടും ദൈവം പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യം. ഈ പുതുവർഷത്തിലും ഒരുപക്ഷെ ദൈവം നമ്മോട് ആവർത്തിക്കുവാൻ സാധ്യതയുള്ള ചോദ്യമാണത്. ഏതാണ് ആ ചോദ്യം? കർത്താവിന് കഴിയാത്ത എന്തെങ്കിലുമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. കർത്താവിൻ്റെ സ്നേഹപൂർവമായി ചോദ്യം മനസ്സിലുറപ്പിച്ച് പുതുവർഷത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. എൻ്റെ കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ദൈവമേ, കഴിഞ്ഞ വർഷത്തിലും കഴിഞ്ഞകാല ജീവിതത്തിലും അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ അഭിമുഖീകരിച്ചതും അതിജീവിച്ചതുമായ വലിയ പ്രതിസന്ധികളെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അശുഭകരമായ വാർത്തകളും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ചെങ്കടലും പറവോന്യ സൈന്യങ്ങളും ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ അവിടുത്തെ വാക്കുകളിൽ ഞങ്ങൾ മനസ്സുറപ്പിക്കുന്നു, ആശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു, സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല കർത്താവേ, ഒന്നുമില്ല. അവിടുന്ന് എല്ലാത്തിനും മതിയായവനാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. എന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഇമ്മാനുവേലാണ്. പുതുവർഷത്തിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ല കർത്താവേ. പക്ഷേ ഒന്ന് ഞങ്ങൾ അറിയുന്നു, കർത്താവിന് കഴിയാത്തത് ഒന്നുമില്ല. എന്നെ കാക്കുവാൻ, കരുതുവാൻ, പരിപാലിക്കുവാൻ അവിടുന്ന് മതിയായവനാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അതിവിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും വിറ്റ്നസ് ഗ്രൂപ്പിലെ എല്ലാ സഹോദരങ്ങൾക്കും നേരുന്നു. എ പി ജോർജ് അച്ഛൻ.